നമ്മളെല്ലാം പല മാർഗത്തിലൂടെ ഇൻവെസ്റ്റ് ചെയ്യുന്നവരാണ്. അതിലൊരു മാർഗം ഇപ്പം എല്ലാം ഇന്ത്യയിൽ മൊത്തം ആൾക്കാർ ഫോളോ ചെയ്യുന്ന ഒരു ചെറിയ സിമ്പിൾ സേവിംഗ് ടെക്നിക്കാണ് മ്യൂച്വൽ ഫണ്ട് വഴിയുള്ള സിപ്പ് ഇൻവെസ്റ്റ്മെന്റ്. എന്നാൽ അതിനെ പറ്റിയുള്ള ഒരു അതിന്റെ റിസ്കിനെ പറ്റിയുള്ള ഒരു എക്കണോമിക് ടൈംസിന്റെ ഒരു ക്രിസിൽ എന്ന് പറയുന്ന ഒരു റിസർച്ച് അനലിസ്റ്റിന്റെയും കൂടെ ഒരു സ്റ്റഡി വന്നിട്ടുണ്ട്. അപ്പൊ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് അതിനെ പറ്റിയുള്ള റിസ്ക് ഫാക്ടേഴ്സ് എന്താണ്, ഇതിൽ ഒരു സിപ്പ് ചെയ്താൽ ഒരു 4 years, 1 years, ഒരു 5 years, ഒരു 10 years പീരീഡിൽ സിപ്പ് ചെയ്യുന്ന ഒരാൾക്ക് വരാനുള്ള മാക്സിമം റിസ്ക് എന്താണെന്നുള്ള ഡീറ്റെയിൽസ് ആണ്. സിപ്പ് ചെയ്താൽ നമ്മുടെ ഫണ്ട് നഷ്ടപ്പെടാനുള്ള സാധ്യതയായി പറയുന്നത് 23% പ്രോബബിലിറ്റി ഉണ്ട്. എന്നാൽ അത് 4 വർഷത്തേക്ക് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ഫണ്ട് നഷ്ടപ്പെടാനുള്ള പ്രോബബിലിറ്റി വീണ്ടും കുറയുകയും ഏകദേശം ഒരു 80% പ്രോബബിലിറ്റി നമുക്കൊരു 10% റിട്ടേൺ കിട്ടാനായിട്ടുള്ള സാധ്യതയുണ്ട്. എന്നാൽ അത് 6 വർഷത്തിലേക്ക് പോവുകയാണെങ്കിൽ വെറും 2% പ്രോബബിലിറ്റി ഉള്ളൂ നമ്മുടെ ഫണ്ട് നഷ്ടപ്പെടാനായിട്ടുള്ളത്. എന്നാൽ അവിടെ നിന്ന് നമ്മളത് 10 വർഷത്തേക്ക് കൺസിസ്റ്റന്റ് ആയിട്ട് സിപ്പ് ചെയ്യുകയാണെങ്കിൽ 0% പ്രോബബിലിറ്റിയാണ് നമ്മുടെ ഫണ്ട് നഷ്ടപ്പെടാനും ഏകദേശം 99% പ്രോബബിലിറ്റി മിനിമം ഒരു 10% റിട്ടേൺ കിട്ടാനുള്ള സാധ്യത ഉണ്ടെന്നാണ് ഈ സ്റ്റഡി പറയുന്നത്. അപ്പൊ നിങ്ങൾ സിപ്പ് ചെയ്യുന്ന ഒരാളാണെങ്കിൽ, സിപ്പ് ചെയ്യാൻ പ്ലാൻ ചെയ്യുന്ന ഒരാളാണെങ്കിൽ കൃത്യമായ ഒരു ലോങ് ടേം പ്ലാൻ ഉണ്ടാക്കി ഒരു 10 വർഷ കാലയളവിലേക്ക് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് വളരെ ആത്മവിശ്വാസത്തോടെ ഈ ഒരു റിസർച്ച് ഡേറ്റ മുഖവിലേക്ക് എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ₹1 പോലും നഷ്ടപ്പെടാനുള്ള സാധ്യത ഇല്ല എന്ന് കരുതാം. അപ്പൊ അതുകൊണ്ട് ഒരു ഇൻവെസ്റ്റർ എന്ന നിലയ്ക്കോ ഒരു സേവിംഗ് ബിൽഡ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരാളെന്ന നിലയ്ക്കോ നിങ്ങൾ സിപ്പ് ചെയ്യുകയാണെങ്കിൽ കൃത്യമായും ഒരു ലോങ് ടേം സിപ്പ് തന്നെ ചെയ്യണമെന്നാണ് ഈ ഡേറ്റ നമുക്ക് വെക്കുന്ന ഒരു മാർഗ നിർദ്ദേശം. അപ്പൊ തീർച്ചയായിട്ടും ഇത് ഫോളോ ചെയ്താൽ ഇൻവെസ്റ്റ്മെന്റിൽ നിന്ന് നമുക്ക് ഒരു ഡീസന്റ് റിട്ടേൺ ഉണ്ടാക്കാമെന്ന് തന്നെ ആത്മവിശ്വാസത്തോടെ ഇരിക്കാൻ സാധിക്കും.